everybody, welcome back to my YouTube channel. ഇപ്പം എന്തെല്ലാം സുഖമായിട്ടിരിക്കുന്നു. ഹാരി പോട്ടറിലുള്ള ഹെഗ്രിഡിനെ അറിയോ നിങ്ങൾക്ക്? മറ്റേ മുടിയൊക്കെ ഇങ്ങനെ ആയിട്ടുള്ളൊരു ചങ്ങായില്ലേ, ഞാൻ അവൻ്റെ ഫോട്ടോ അവിടെ കൊടുക്കാം. അയാളെ മാറിയില്ലേ എന്നെ കാണാൻ? ഇന്നേന്നല്ല, ഈ കേളി മുടിയുള്ള ആൾക്കാർ പലരും ഫേസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സാധനം. വാർന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യൽ, പഠിപ്പിക്കാറില്ല എൻ്റെ തലയിലേക്ക്. അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താ ഇങ്ങനെയെന്നൊക്കെ. ആക്ച്വലി അതാണ് ട്രൂ. കേളി മുടിയുള്ള ആൾക്കാരൊന്നും ഓരോ മുടി ഇങ്ങനെ ഓവർ കോംബ് ചെയ്യില്ല. അപ്പം ഞാൻ ഹെയർ വാഷിൻ്റെ ഡേ, അതായത് ആക്ച്വലി 2 days മാക്സിമം 3 days ഒക്കെ ഞാൻ വാഷ് ചെയ്യാറുള്ളൂ നമ്മളെ ഹെയർ. അപ്പം ഞാൻ ആ സമയത്ത് മാത്രമാണ് എൻ്റെ ഹെയർ നന്നായിട്ട് കോംബ് ചെയ്യുക, ലൈക്ക് ദിസ്. അതുകൊണ്ട് കല്യാണ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്ന് എൻ്റെ ഹെയർ നല്ല ഫുൾ സെറ്റാക്കി വെച്ചിട്ട്, പിന്നെ എനിക്ക് മറ്റേ ഒരു സാധനമൊക്കെ ഉണ്ട് തലയിലിടുന്നത്, അപ്പോൾ അതൊക്കെ ഇട്ട് വെച്ചിട്ടാണ് ഞാൻ ഈ കിടക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് 2 ദിവസത്തേക്ക് തല നോക്കണ്ട, കുളിക്കുന്ന വെള്ളം നനയ്ക്കണ്ട, തല അങ്ങനെ സെറ്റായിട്ട് നിൽക്കും. ഞാൻ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നത് അടിപൊളി കേളപ്പിൻ്റെ പ്രൊഡക്റ്റാണ്. ആൻഡ് ദിസ് ഈസ് ദ സെറ്റ്. ഇത് ഞാൻ ഒരു 3-4 years ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ആൻഡ് ഐ ആം ഇൻ ലവ് വിത്ത് ദിസ് ബ്രാൻഡ്. അത്രയും അടിപൊളിയാണ്. ഇത് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ കേൾ നന്നായിട്ട് ഡിഫൈൻ ആയിട്ടുള്ള കേൾ നിങ്ങൾക്ക് കിട്ടും. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. പ്ലസ് ആ ഒരു കേൾ ഹോൾഡ് ചെയ്ത് നിൽക്കുകയും ചെയ്യും, നന്നായിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. ഇന്നമാരെ ഇതുമാതിരി പറച്ചിള പോലെ കഷ്ടപ്പെട്ട് നിൽക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിങ്ങനെ കണ്ട പ്രൊഡക്റ്റിലൊന്നും പൈസ സ്പെൻഡ് ചെയ്യില്ല. ഞാൻ ഒരുപാട് യൂട്യൂബ് റിവ്യൂസ് നോക്കിയിട്ടും ഒരുപാട് ഷോർട്സും ഒരുപാട് റീൽസും ഒക്കെ കണ്ടിട്ട് മാത്രമാണ് ഞാനൊരു പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഫസ്റ്റ് ടൈം ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് അത്യാവശ്യം ഒരു 1000 മണി ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ വാങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റുകൾ കേട്ടോ. ബോയ്സിനും ഗേൾസിനും പറ്റും. ഈ ഇടയായിട്ട് ഞാൻ കണ്ടുവരുന്നൊരു സാധനമാണ് ബോയ്സ് എന്ത് അടിപൊളിയായിട്ടാണ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യണത്. ഭയങ്കര രസമാണ് കേട്ടോ ബോയ്സിൻ്റെ ഹെയർ കാണാൻ. കേളി മുടിയുള്ള ആൾക്കാരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കാണാൻ. ഗേൾസിനെ മാറ്റി തന്നെ. പക്ഷെ ബോയ്സിനൊരു പ്രത്യേക ഭംഗിയാണ് മുടി ഒന്ന് കേൾ ചെയ്ത് വരുമ്പോൾ. ഞാൻ ഗേൾസിൻ്റെ ഭംഗി അറിഞ്ഞ് തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് സ്റ്റൈൽ ചെയ്യുമ്പോഴാണ്. ഇല്ലെങ്കിലൊക്കെ മിക്ക ടൈമും എൻ്റെ ഹെയർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുക. ഇങ്ങനെ നല്ല ഒരുമാതിരി ഒരു പകുതി കേളും പകുതി സ്ട്രെയിറ്റും അങ്ങനത്തെ ഒരു രീതിയിൽ, അല്ലെങ്കിൽ വൃത്തിയേടായിരിക്കും, നല്ല വൃത്തിയേടായിരിക്കും പറയാമല്ലോ. ഞാൻ അങ്ങനെ ഓയിലൊന്നും യൂസ് ചെയ്യലില്ല. പക്ഷേ വല്ലപ്പോഴും ടൈമും മൂഡൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ എന്തെങ്കിലും ഒരു ഓയിൽ ഇട്ടിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് വെക്കും. കുളിക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് ഞാനിങ്ങനെ ഓയിൽ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കും. ഇന്ന് ഞാൻ ഓയിലൊന്നും യൂസ് ചെയ്യണില്ല. സോ ഐ തോട്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവരുടെ ഈ ഒരു കോംബോയിൽ വരുന്നത് ഇതാ. ഇതിൻ്റെ ഷാംപൂ വരുന്നുണ്ട്, കണ്ടീഷണർ വരുന്നുണ്ട്, ഡിഫൈനിങ് ക്രീമാണ്, അൾട്രാ ഡിഫൈനിങ് ഹെയർ ജെൽ. ഈ ഒരു 4 സെറ്റാണ് നമ്മളെ ഹെയറിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഒരു അടിപൊളി കോമ്പുണ്ട്, ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കോമ്പും കൂടി വെച്ച് നമ്മൾ സ്റ്റൈൽ ചെയ്യുമ്പം ഈ ഒരു കാപ്രിഷേറ്റാണ് മാറ്റിയിരുന്നായിരിക്കും ഉണ്ടാവുക, നല്ല അടിപൊളിയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം നിങ്ങളിത് വാങ്ങാൻ വേണ്ടി വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഭയങ്കര വെർത്താണ്. 2 days 3 days ഹെയർ വാഷ് പെർ വീക്കിൽ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇറ്റ് വിൽ ഗോ അപ് ടു ഒരു 2 months വരെ. മറിച്ച് നമ്മുടെ ഹെയർ ഭയങ്കര ഷോർട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 3 months വരെയൊക്കെ ഇത് എന്തായാലും നിൽക്കും. ഓക്കെ, അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡേയ്സ്, നിങ്ങൾ യൂസ് ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റീനനുസരിച്ച് നിങ്ങളുടെ ഈ പ്രൊഡക്റ്റ് ലാസ്റ്റ് ചെയ്യും. ദിസ് ഈസ് മൈ പ്രൈം സാധനം എന്നൊക്കെ പറയില്ലേ, ആ സാധനം, ആ ഒരു കേൾ സെറ്റാണ്. അപ്പം ഇതാണ് എൻ്റെ ഗോ ടു പ്രോഡക്റ്റ്, ഇതാണ് എൻ്റെ പ്രൈം പ്രോഡക്റ്റ്. എൻ്റെ കേളിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു മാജിക് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ്സാണ്. ഇത് മസ്റ്റാണ് കേട്ടോ, ഗോ ഫോർ ഇറ്റ്. ഇത് ചിന്തിക്കേ വേണ്ട, എന്തായാലും ട്രൈ ചെയ്യുക. നമ്മുടെ പ്രൊഡക്റ്റ് ഇങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഷാമ്പു ഫസ്റ്റ് നമ്മൾ എടുക്കണം. ഓക്കെ, ഈ ഷാമ്പു എടുത്തിട്ട് നന്നായിട്ട് കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് എമൽസിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നന്നായിട്ട് നമ്മുടെ ഹെയറിൽ ഫുള്ളാക്കണം. ആ ചളിയൊക്കെ അങ്ങോട്ട് പോട്ടെ, കാരണം 2-3 ദിവസം കുളിക്കാത്തല്ലേ. അപ്പോൾ ആ ചളിയൊക്കെ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യുക, വെള്ളം ഒഴിച്ചിട്ട് കഴുകുക. ഷാമ്പു യൂസ് ചെയ്യുക. ഷാമ്പു ആണ് ഫസ്റ്റ് സാധനം. ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഈ നമ്മുടെ ഹെയർ കുറച്ച് ഡ്രിപ്പിംഗ് വെറ്റായിരിക്കും ഉണ്ടാവുക. ഇത് നല്ലോണം വെള്ളം അങ്ങനെ ഒഴുകി പോകുന്നതല്ല കേട്ടോ. ഡ്രിപ്പിംഗ് വെറ്റിൽ എന്ത് ചെയ്യുക, നമ്മുടെ കണ്ടീഷണർ യൂസ് ചെയ്യുക. കണ്ടീഷണർ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ അവരുടെ കണ്ടീഷണർ. അപ്പോൾ നമ്മുടെ കയ്യിലാക്കിയതിന് ശേഷം നന്നായിട്ട് എമൽസിഫൈ ചെയ്യുക. എമൽസിഫൈ ചെയ്യാന്ന് വെച്ചാൽ നന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ക്രീം ഇങ്ങനെ എടുത്ത് ഉരച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ഹെയറിൽ ഈ ഒരു പോർഷനിൽ കറക്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, നന്നായിട്ട് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. ആ സമയത്ത് നിങ്ങളുടെ ഹെയറിലുണ്ടാകുന്ന ഈ ഒരു ചിക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ നീക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. സ്ക്രഞ്ച്
സ്ക്രഞ്ച് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, എപ്പോഴും സൂക്ഷിക്കുക, ഇങ്ങനെ ആക്കി സ്ക്രഞ്ച് ചെയ്യരുത്. സ്ക്രഞ്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ സ്ക്രഞ്ച് ചെയ്യാം കേട്ടോ, നല്ലത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ കണ്ടീഷണർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു കേൾ നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ്സ് കണ്ടീഷണർ അപ്ലൈ ചെയ്തതിന് ശേഷം വെക്കണം, ഡയറക്റ്റായിട്ട് വാഷ് ചെയ്യരുത്. അപ്പോൾ എന്നാലേ ആ ഒരു ഹെയർ അത് പിടിക്കുകയുള്ളൂ. ഓക്കെ, നമ്മൾ ഈ ചിക്കനിൽ മസാല ഒക്കെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കൂലേ, അതേമാതിരി നല്ല വെച്ചാൽ മതി. നമ്മൾ ഈ ഹെയറിൽ എന്ത് ചെയ്യുക, കണ്ടീഷണറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെക്കുക. ഹെയർ എന്ത് ചെയ്യുക, നന്നായിട്ട് നിങ്ങൾ വാഷ് ചെയ്തിട്ട് ഒരു ടവൽ വെച്ചിട്ട് കെട്ടി വെക്കുക. ഓക്കെ, ഞാനും ആ ടവൽ വെച്ച് കെട്ടി വെച്ചതിന് ശേഷം വരാം. എന്നാലാണ് എനിക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മളുടെ ഹെയർ എവിടെ പോയി, സാധനങ്ങളൊക്കെ ഇവിടെ പോയി, എന്നാലേ എങ്ങനെയാണ് ഈ 2 സാധനങ്ങളും യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റാമെന്ന് കാണിച്ചു തരുന്നുണ്ട്. അതായത് കേൾ ഡിഫൈനിങ് ക്രീമും അൾട്രാ ഡിഫൈനിങ് ഹെയർ ജെല്ലും, ഈ 2 സാധനം വെച്ചിട്ടാണ് നമ്മളെ ഹെയർ എങ്ങനെ സ്റ്റൈൽ ചെയ്യാമെന്ന്. ബാക്കിയൊക്കെ കഴിഞ്ഞു. ഈ 2 സാധനങ്ങളും ഗോസ് ടു ബാത്റൂമിൽ ഈ 2 സാധനങ്ങളും കഴിഞ്ഞു. ഈ 2 സാധനങ്ങൾക്കും വെള്ളം വേണം, ഷാമ്പൂവിനും കണ്ടീഷണറും വെള്ളം വേണം. ഈ 2 സാധനത്തിനും വെള്ളം വേണ്ട. ദിസ് ഇസ് ഫോർ സ്റ്റൈലിംഗ്. അപ്പോൾ ഈ ഷാമ്പൂ കണ്ടീഷണർ എങ്ങനെ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഇങ്ങനെ കാണിച്ചു തരേണ്ട, എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് അത്ര വലിയ ട്രൈപ്പോഡ് സാധനങ്ങളൊന്നുമില്ല, കുഞ്ഞു ട്രൈപ്പോഡാണ്, അത് ബെഡ്മേൽ തന്നെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാട്ടോ, ഞങ്ങൾ പറഞ്ഞമാതിരി ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മളുടെ തല നനഞ്ഞിരിക്കുന്നു. ഞാൻ കുളിച്ചിട്ടുണ്ട്, ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്തിട്ട്. ഇതാണ് നമ്മളുടെ കുളി കഴിഞ്ഞ നൂഡിൽസ് മണ്ട. ഇത് കുറച്ച് വെറ്റാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മൾ ഇനി ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. കേൾ ഡിഫൈനിങ് ക്രീം ആണ് ഞാനിപ്പം യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു ചീപ്പ്, ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് നല്ലൊരു അടിപൊളി സാധനം കേട്ടോ. ഇതിൻ്റെ സൈഡ് കണ്ടില്ലേ, ഇതുകൊണ്ട് നമ്മുടെ ക്രീമൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ഹെയറിൽ നിൽക്കും. അപ്പം ഈ ഒരു പോർഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് നമ്മളുടെ ഹെയർ ചിക്ക് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വേണ്ട കുറച്ച് കാര്യമാണ് ക്ലിപ്പ്. സിൻസ് എനിക്ക് മുടിയിലിടുന്ന ക്ലിപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മളുടെ ഡ്രസ്സിലിടുന്ന ക്ലിപ്പാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. സോ അതൊരു 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. സാധാരണ വെള്ളം, പച്ചവെള്ളമാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പം ഇനി ഇൻ കേസ് ഇത് നനഞ്ഞില്ലെങ്കിൽ നമുക്കിങ്ങനെ ഇതാക്കണ്ട, പച്ചവെള്ളം സ്പ്രേ അടിക്കുന്നതിനായിരിക്കും എന്ത് പൈസ കൊടുക്കണോ. അപ്പോൾ അത് ജസ്റ്റ് ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം നിറയ്ക്കുക. കണ്ടില്ലേ, കുറച്ചും കൂടി നനഞ്ഞ കോഴി ആവാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി നമ്മളെ മുടി കുറച്ച് കേളായിട്ടുണ്ട്. കാരണം നമ്മൾ വെറ്റ്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മുടി നനയുമ്പോൾ തന്നെ നമ്മളെ മുടി ഒന്ന് കേളാവും. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചീർപ്പെടുക്കുക, എന്നിട്ട് മുടി 2 സൈഡിലേക്ക് വാരുക. ഓക്കെ, അപ്പം നമ്മൾ നനഞ്ഞ മുടി കുറച്ചും കൂടി ഒന്ന് പറ്റിച്ച് പോയായിരിക്കുമല്ലേ. അപ്പം ഇങ്ങനെ എന്താ, നമ്മൾ മുടി ഒന്ന് 2 സൈഡിലേക്ക് മുടി ആക്കുക. ഇത് മറ്റേ ആലിയ ഭട്ടൊക്കെ ഇങ്ങനത്തെ സ്റ്റൈൽ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഐ ഓൾവേസ് തിങ്ക് എന്തിനാണ് ഇങ്ങനെ മുടി പറ്റിക്കണേന്ന്. പക്ഷെ അതൊക്കെ ഒരു സ്റ്റൈലാണ്. പറ്റിച്ചപ്പോൾ ഞാൻ ഡിഫറെൻറ്റ് പെണ്ണായല്ലേ. മുടി എന്നിട്ട് നമ്മളിങ്ങനെ ക്ലിപ്പ് ചെയ്യുക. 1 ബാക്കിൽ നമുക്കിങ്ങനെ ഒരു ക്ലിപ്പിട്ട് വെക്കാം. അപ്പോൾ നമ്മളെ കേൾ ഡിഫൈനിങ് ക്രീം എടുക്കുക. എന്നിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ടെക്സ്ചർ ഉണ്ട് നിങ്ങൾ, ഇറ്റ്സ് വെരി 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 നൈസ്. എന്താ ഞാൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാം, അടിപൊളിയാണ്. അപ്പം സംടൈംസ് എനിക്ക് ഇതിൻ്റെ ഇങ്ങനെ വൈറ്റ് കാസ്റ്റിംഗ് ആവുന്നതിനോണ്ട് ഞാൻ എന്ത് ചെയ്യും, കുറച്ച് ഇതിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കും, വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് കുറച്ച് ലൂസായി കണ്ട, അപ്പോൾ കുറച്ചും കൂടി ക്രീമി ആയ മാതിരിയാണ്, കുറച്ചും കൂടി ലൂസായിട്ടുള്ളൊരു ടെക്സ്ചറായി. ഇനി ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മളുടെ മുടിയിൽ എന്ത് ചെയ്യുക, ഇത് കണ്ടോ, ഇനിയാണ് സാധനം. ഓക്കെ, നമ്മളിങ്ങനെ മുടിയിൽ അപ്ലൈ ചെയ്യുക. നമ്മൾ വിചാരിക്കും നമ്മളെ മുടിയിൽ എന്താ ഒരു വെള്ള കാക്ക അപ്പിട്ട മാതിരിയെന്ന് വിചാരിക്കരുത്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് വൈറ്റ് സാധനം. ആൻഡ് യു നോ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള എല്ലാ സാധനവും നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. ഇനിയാണ് നമ്മൾ ഈ സാധനം വരുന്നത്. ഓക്കെ, കൊമ്പിന് ഈ സൈഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗുണം എല്ലാ ഭാഗത്തും ക്രീം ഈക്വൽ ആയിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് വാരാം. ഇതാ, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ വാരാം. ഒരു സാധനം കിട്ടിയില്ല നിങ്ങൾക്ക്, അപ്പോൾ ക്രീം ഈക്വൽ ആയതിനു ശേഷം നമ്മൾ സ്ലോ മേലോട്ട് ക്രഞ്ച് ചെയ്യുക. ഓക്കെ, കെയർഫുള്ളായിട്ട് ക്രഞ്ച് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇതിങ്ങനെ അമർത്തി പറ്റിപ്പിച്ചിട്ടൊന്നും ട്രൈ ചെയ്യരുത്. ക്രീം അപ്ലൈ ചെയ്ത സൈഡാണ് കേട്ടോ ഇത്. ഇത് നമ്മൾ ക്രീം അപ്ലൈ ചെയ്യാത്തൊരു സൈഡും ജസ്റ്റ് വെള്ളം മാത്രമുള്ള സൈഡും. അപ്പം എന്തോരം കേൾ ഡിഫൈൻ ആയി കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ. ഓക്കെ, അപ്പം നമ്മൾ പണി നിർത്താതെ മേലോട്ടേക്ക് വീണ്ടും സ്ലോ
സ്ലോ വൺസ് വി ഡൺ ദിസ്, ഇപ്പോൾ നമ്മളുടെ ക്ലിപ്പ് എവിടെ പോയി? ക്ലിപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, വീണ്ടും നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്നു. ഓഫ്, കുറച്ച് കൂടിപ്പോയിട്ടോ. ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് മേക്ക് ഷുവർ നിങ്ങൾ ഈ ചിക്കുകൾ സാധനങ്ങളൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ അറിയോ, ഇനി നമ്മൾ 2-3 ദിവസത്തേക്ക് കുളിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. കണ്ടില്ലേ, കേൾസ് നന്നായിട്ട് സ്ക്രഞ്ച് ചെയ്യണം. യെസ്, സോഫ്റ്റ്ലി സ്ക്രഞ്ച് ചെയ്യുക. ചില ആൾക്കാർ ഫിംഗർ കോയിലിംഗ് ചെയ്യും. ഫിംഗർ കോയിലിംഗ് എനിക്ക് അത്ര വലിയ അടിപൊളിയായിട്ടില്ല. ഫിംഗർ കോയിലിംഗ് ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധനം എടുക്കുക. ഓക്കെ, ഒരു സ്ട്രിങ് എടുത്തതിന് ശേഷം ഇത് ഓൾറെഡി കേൾ ആവുന്നുണ്ട്, എന്നാൽ ഇത് ഇങ്ങനെ 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 ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദിസ് ഈസ് കോൾഡ് ഫിംഗർ കോയിലിംഗ്. കണ്ടോ, ദിസ് ഈസ് കോൾഡ് ഫിംഗർ കോയിലിംഗ്. ഇനി ഇത് തന്നെ വേറെ ആൾക്കാർ വേറെ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ 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 മേലോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് വേറെ ആൾക്കാർ ചെയ്യുന്ന ഫിംഗർ കോയിലിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഫിംഗർ കോയിലിംഗ് ആണ് കുറച്ചും കൂടി നൈസായിട്ടുള്ളത് നോക്കിയിട്ട് നിങ്ങളെ ഹെയറിന് വേണ്ട മാതിരി ചെയ്യാം കേട്ടോ. എനിക്കിഷ്ടം നോർമലി സ്ക്രഞ്ച് ചെയ്യണതാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി അല്ലറപ്പേ ഓക്കെ, നമ്മൾ കുറച്ചും കൂടി ഹെയർ സ്ക്രഞ്ച് ചെയ്യുക. ഡിഡ് യു സീ, ഇതിങ്ങനെ സെറ്റായി ഉണ്ടല്ലോ. റെഡി. അപ്പം ഇഫ് യു ഫീൽ ലൈക്ക് നിങ്ങളെ ഹെയർ ഭയങ്കര ഡ്രൈ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ, ആസ് ഐ മെൻഷൻ ബിഫോർ, ഒരു പാട്ടക്കുപ്പി എടുക്കുന്നു, വെള്ളം നിറയ്ക്കുന്നു, ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നു. ഇനി ഇതാണ് എനിക്കിഷ്ടമില്ലാത്ത സാധനം. കാരണം നമ്മൾ കാണില്ലല്ലോ ബാക്കിലുള്ള മുടി. റബ്ബേ കുടുങ്ങിപ്പോയിട്ടോ, എൻ്റെ മോനെ എത്ര മുടി കൊഴിഞ്ഞു പോയി. കുഴപ്പമില്ല. അപ്പം ഇതും ഇതുപോലെ തന്നെ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുക, ഇത് മൊത്തം ഇങ്ങോട്ടേക്ക് ഊരിയെടുക്കുക. ഞാൻ ചെയ്യുന്നൊരു സാധനമാണ്, ഇങ്ങനെ വൺ സൈഡിലേക്ക് മുടി മൊത്തം ആക്കിയതിന് ശേഷം എന്താ ചെയ്യുക, ഇങ്ങനെ മൊത്തം ആക്കിയതിന് ശേഷം ഞാനിങ്ങനെ മേലോട്ടേക്ക് ജെന്റ്ലി സ്ലോ ആയിട്ട് അപ്പോൾ ഇങ്ങനെ മേലോട്ടേക്ക് കേളിൽ ഞാൻ ചെയ്യാറുണ്ട്. സി, ഓരോരുത്തർക്ക് പിന്നെ ഓരോ മെത്തേഡ് ഓഫ് ഡൂയിങ് ആണ്. അപ്പം നമ്മൾ എൻ്റെത് ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കേൾസ് കറക്റ്റ് കിട്ടാറുണ്ട്. ഓൾ സെറ്റ്. നമ്മളുടെ ഈ ഒരു സൈഡിൽ കൂടി റബ്ബേ, അത് അത്ര ഈസി അല്ല കേട്ടോ നമ്മളെ കേൾ മുടി ചെയ്യാമെന്ന് പറയുന്നത്. ഈ ഒരു കേൾ ഡിഫൈനിങ് ക്രീം ഫുൾ സെറ്റായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ഇനിയാണ് നമ്മളുടെ കേൾ അൾട്രാ ഡിഫൈനിങ് ഹെയർ ജെൽ കംസ് ഇൻ ടു പിക്ചർ. ഈ പച്ചവെള്ളം നമ്മൾ വീണ്ടും 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 ഇങ്ങനെ ഒന്നും കൂടി കുറച്ച് വെറ്റാക്കണം കേട്ടോ. സോ ലൈക്ക് ഞാൻ എന്തിനിങ്ങനെ വെറ്റാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നന്നായിട്ട് നമ്മുടെ ഹെയറിൽ സെറ്റായിട്ട് നിൽക്കും. അൾട്രാ ഡിഫൈനിങ് ഹെയർ ജെല്ലും കൂടി നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, കേൾസ്, ഈ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന കേൾസ് ഒരു 2-3 ദിവസം ഇങ്ങനെ നിൽക്കും. ആ ഒരു ജെല്ല് ഇത്രയേ ഉള്ളൂ. ജെല്ല് വൈറ്റ് കാസ്റ്റിംഗ് ഇല്ല കേട്ടോ. ജെല്ലിങ്ങനെ ചെറിങ്ങനെ ഒരു ഗ്ലോയി ഒരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പം ഞാനിങ്ങനെ ഹെയറിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യും. ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഹെയർ വീണ്ടും മേലോട്ടേക്ക് ഇങ്ങനെ സ്ക്രഞ്ചിങ് ആണ് എല്ലാം മെയിൻ. ഹെയറിൻ്റെ സ്റ്റൈലിംഗ് പാർട്ട് ഈസ് ഡൺ. സോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത്ര തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എന്തോരം പണിയുണ്ട്. ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്യണം. അപ്പം എനിക്കിതൊക്കെ ശീലമായി. നമ്മൾ ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പം അത് ഇത്ര കഷ്ടപ്പാടുണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് പോലെ ഐ ലവ് ദിസ്. നമ്മളുടെ ഹെയർ നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. അപ്പം ദിസ് ഈസ് ദ വോൾ പാർട്ട്. ഇതാണ് എൻ്റെ ഒരു ഹെയർ റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഐ ലവ് ഡൂയിങ് ദിസ് ബിക്കോസ് നല്ല ഭംഗിയാണ്. അറ്റ് ദി എൻഡ് ഇത് നല്ല രസത്തിൽ കാണാൻ പറ്റും. നമ്മളെ ഹെയർ ഇങ്ങനെ കേളായിട്ട് നിൽക്കുന്നത് നല്ല രസമാണ്. അപ്പോൾ ഇത് ഞാൻ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. ഇങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ? സോ ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഏത് സൈഡിലേക്ക് ഇടുകയാണെങ്കിലും നല്ല ഡെഫിനിഷനോട് കൂടി തന്നെയുള്ളൊരു കേൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഗുണം. നല്ല പ്രൊഡക്റ്റാണ്. സോ ഞാൻ പറയുന്ന ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് യൂസ്ഡ് ഇറ്റ്, ഐ ഹാവ് ട്രൈഡ് ഇറ്റ്. എൻ്റെ ഹെയർ എത്ര കേൾസിയാണ്, ബൗൺസിയാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. സോ ദിസ് ഈസ് ദ ലുക്ക്.
പക്ഷേ എനിക്കൊരു അയച്ചിടുക എന്ന് പറയുന്നത് സംടൈംസ് ഐ ഫെയിൽ ടു ഡു, ബിക്കോസ് നല്ല ചൂടല്ലേ, പെരടിയൊക്കെ അങ്ങോട്ട് കറുത്തു പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാനിങ്ങനെ കെട്ടി വെക്കാറുള്ളത്. പക്ഷേ ഇതാണ് ഭംഗിയാണ്, നല്ല ഭംഗിയാണ് ഹെയർ കാണാൻ. അപ്പം നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെതിപ്പം എൻ്റെത് വേവിയാണ്, എൻ്റെത് കേളാണ്. പക്ഷേ ഇന്നെങ്കാട്ടി കേൾസൊക്കെ ഉള്ള ഹെയറിൽ ഇത് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. സോ ഇതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി സൂപ്പറല്ലേ? പിന്നെ എൻ്റെ കാണാൻ കുറച്ച് ഭംഗി വെച്ചിട്ടുണ്ട്. സെൽഫ് കെയർ ഒക്കെ ചെയ്യാൻ തുടങ്ങുക എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മളെ ഹെയർ ഒന്ന് നന്നാക്കുക, അല്ലെങ്കിൽ കുറച്ച് നല്ല മേക്കപ്പ് ഇടുക, അല്ലെങ്കിൽ ഒരു നല്ല ലിപ്സ്റ്റിക്ക് ഇടുക, അല്ലെങ്കിൽ നല്ല കൺമഷി വാങ്ങുക, അല്ലെങ്കിൽ ഒരു നല്ല ഐലൈനറൊക്കെ വാങ്ങിയിടുക. അപ്പം അതൊക്കെ നമ്മളെ സെൽഫ് കെയർ ആണ്. നമ്മളെ സന്തോഷിപ്പിക്കുന്ന എന്ത് കാര്യങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാൻ മടിക്കരുത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക, ട്രൈ ചെയ്യുക. ഇതുവരെ പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതാവട്ടെ നിങ്ങളെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. കാരണം ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവില്ല. നല്ല വൃത്തിയുള്ളൊരു കേൾസ് നിങ്ങൾക്ക് കിട്ടും. സോ ദിസ് ഇസ് അതുപോലെ ഇപ്പം നമ്മൾ നേരത്തെ എൻ്റെ ഫസ്റ്റ് വീഡിയോ തുടങ്ങുമ്പോൾ നിങ്ങൾ കണ്ടാണല്ലോ എൻ്റെ ഹെയർ എങ്ങനെയാണെന്ന്. ഇപ്പം അത് കണ്ടില്ലേ മൊത്തം എങ്ങനെയാണ് ഒരു ഹെയർ ഫുൾ ട്രാൻസ്ഫോം ആയി കിട്ടിയിരിക്കുന്നതെന്ന്. അപ്പം അതെത്രയേ ഉള്ളൂ. ചില സമയത്ത് ഞാൻ എന്ത് ചെയ്യുക, എനിക്കിങ്ങനെ ഇങ്ങനെ ഒരു ബണ്ണിടുന്നൊരു ഹാബിറ്റ് ഉണ്ട്. അപ്പം ഞാനൊരു ക്ലിപ്പ് വെച്ചിട്ട് ഇങ്ങനെ ടൈ ചെയ്യാറുണ്ട് ചില സമയത്ത് ഞാനിങ്ങനെ ഫുള്ളും കെട്ടി വെക്കാറാണുള്ളത്. എൻ്റെ മോസ്റ്റ് ഓഫ് ദ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കെട്ടി വെക്കുന്നതാണ് കാണാറുള്ളത്. ഇപ്പം അയച്ചിടുന്നത് ഞാൻ വളരെ കുറവാണ്. അയച്ചിട്ടാൽ തന്നെ ഒരു ചെറിയ സ്മോൾ എന്താ പറയുക, എന്തെങ്കിലും ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ടൈ ചെയ്ത് വെക്കും. സോ അതൊന്ന് ബാക്ക് തിരിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങൾ ബാക്കിലൊക്കെ? അപ്പം കേളപ്പ് പ്രൊഡക്റ്റിൻ്റെ ഫുൾ ബണ്ടിലിൻ്റെ ഡീറ്റെയിൽസ്, ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാനിങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പോയി ബൈ ചെയ്യുക. സോ ഐ ഹോപ്പ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.